രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉത്തമ വഴികാട്ടിയാണ്. ജീവിത ദർശന ശാസ്ത്രമാണ്. മാനവരാശിക്ക് നമുക്ക് നമ്മുടെ പൂർവികന്മാരായ ഋഷിവര്യന്മാർ തന്നിരിക്കുന്ന അറിവിനെ വേദവ്യാസ മഹർഷി അത് നമുക്ക് ഒരു കഥാരൂപത്തിൽ മനസ്സിലാക്കി തരികയാണ്. ഇത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതിനെ എങ്ങനെ പ്രാവർത്തികമാക്കാം, അതിനെ പ്രയോഗിക്കാം എന്ന് മനസ്സിലാക്കിയാൽ ഈ ഒരു അറിവ് നമുക്ക് തരുന്ന ശക്തിയും ജീവിതത്തിലുള്ള തൃപ്തിയും അത് അനിർവചനീയമാണ്. മരണം വരെയുള്ളൊരു ജീവിതം ധന്യമാക്കാൻ നമുക്ക് പ്രധാനമായും വേണ്ട രണ്ട് കാര്യങ്ങളാണ്: മനോബലവും മനസ്സിൻ്റെ, അതായത് ശക്തിയും മനസ്സിൻ്റെ തൃപ്തിയും. ഇത് രണ്ടുമില്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോകും തോറും ബാഹ്യമായ എന്തുണ്ടെങ്കിലും വളരെയധികം വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും. അപ്പം മനസ്സിനെ തൃപ്തിപ്പെടുത്തുക, മനസ്സിനെ ശക്തിപ്പെടുത്തുക. മനസ്സിനെ തൃപ്തിപ്പെടുത്താനാണ് യൗവനത്തിൽ നെട്ടോട്ട് ഓടുന്നത്. ഇന്ദ്രിയങ്ങളെ കുറെ തൃപ്തിപ്പെടുത്തി കുറെ കഴിഞ്ഞാൽ മനസ്സ് ദുർബലമാവുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ ഇന്ദ്രിയങ്ങളല്ലാതെയും വഴികളുണ്ട്. അതിനെന്താണ് വഴി എന്ന് നമ്മളാരും പഠിച്ചിട്ടുമില്ല. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തി അവസാനം ഇന്ദ്രിയങ്ങളൊക്കെ തളർന്ന് മനസ്സ് തളർന്ന് അവസാനം പ്രായമാകും തോറും ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ, മറ്റ് വിഷമങ്ങൾ, ഇതൊക്കെയായിട്ട് ദുരിതവും നരകവും അനുഭവിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ ചുറ്റും. ഇതിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാവണം. മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ ജീവിക്കേണ്ടവരല്ല. നമുക്കൊരു കരുത്തും ശക്തിയുമൊക്കെ ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് നമ്മുടെ മനസ്സിനെ ആ രീതിയിലാക്കിയെടുക്കാൻ ചില അറിവ് നമുക്ക് വേണം. ഇവിടെ നമുക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം കാലത്തിന് വിധേയമാണ്. കാലം എങ്ങനെയാണോ നമ്മളെ കൊണ്ടുപോകുന്നത് അതിനനുസരിച്ച് നമ്മൾ പോവുകയാണ്. അപ്പം കാലം നമ്മുടെ ആരോഗ്യത്തെ കേടുവരുത്തിയാൽ നമ്മൾ അതോടുകൂടി തളരുകയാണ്. കാലം ബന്ധങ്ങളെ എടുത്ത് അകറ്റിയാൽ നമ്മൾ തളരുകയാണ്. കാലം കയ്യിൽ വല്ല നഷ്ടങ്ങളും വരുത്തിയാൽ നമ്മൾ തളരുകയാണ്. കാലം വല്ലത് അനുകൂലമായി തന്നാൽ നമ്മളിങ്ങനെ സന്തോഷിക്കാവോ, എല്ലാം അനുകൂലമാണ്. അപ്പം ഇങ്ങനെ കാലത്തിന് വിധേയമായി ജീവിച്ച് കാലം പൊക്കുമ്പോൾ നമ്മൾ പൊങ്ങുന്നു, കാലം താഴ്ത്തുമ്പോൾ നമ്മൾ തളരുന്നു. ഇങ്ങനെ പൊങ്ങിയും താഴ്ന്നും ജീവിക്കുന്ന ഒരു ജീവിതമാണ് ഭൂരിപക്ഷം ആളുകളുടെ ജീവിതം. അതിൽ നിന്ന് വ്യത്യസ്തരാവുക എന്ന് പറഞ്ഞാൽ കാലത്തിനെതിരെ സഞ്ചരിക്കുക. അതത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല. അതിന് കുറച്ച് മെനക്കെടാനുണ്ട്, പണിയെടുക്കാനുണ്ട്. ഇപ്പം കാലത്തിനെതിരെ സഞ്ചരിക്കലാണ് ആത്മീയത. കാലത്തിനതീതമാവുക. അതാണ് നമുക്ക് ലളിതമായി നമ്മുടെ ഭട്ടതിരിപ്പാട് പറഞ്ഞത് സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവദിഭ്യാം നിർമുക്തം. ഇപ്പം കാലത്തിൻ്റെ പിടിയിൽ നിന്ന്, ദേശത്തിൻ്റെ പിടിയിൽ നിന്ന് മനസ്സിനെ നമുക്ക് നിർമുക്തം, മോചിപ്പിച്ചെടുക്കണം. അപ്പം മനസ്സിനെ മോചിപ്പിച്ചെടുക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ മനസ്സിനെ കുറച്ച് പരിശീലിപ്പിച്ചെടുക്കണം. അതിനിപ്പം നമ്മുടെ മനസ്സെന്ന് പറയുന്നത് കുറേ ഗുണങ്ങൾക്ക് വിധേയമായി, വാസനയ്ക്ക് വിധേയമായി, അല്ലേ, കുറേ ചിന്തകൾക്കങ്ങനെ അടിമപ്പെട്ട് ജീവിക്കുകയാണ്.
ഇപ്പം തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം എന്ന ഗുണങ്ങളൊരു ഭാഗത്ത് എത്രയോ ജന്മജന്മങ്ങളായിട്ട് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന വാസനകൾ, രാഗദ്വേഷങ്ങൾ, പിന്നെ വേറൊരു വശത്താണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കണ്ടിട്ടുള്ള കുറേ സ്വപ്നങ്ങൾ, ഇങ്ങനെ പലതും നിറച്ചു വെച്ചിരിക്കുകയാണ് മനസ്സിൽ. അങ്ങനെയുള്ളൊരു മനസ്സ് സത്യത്തിൽ നമുക്ക് എങ്ങനെ യഥാർത്ഥ സുഖം തരും? ഇന്ന് സുഖം എന്ന് പറയുന്നത് ആളുകൾ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൊരു വാക്കാണ് സുഖം. എല്ലാവരും പറയണു ജീവിതം സുഖമാവണം, സുഖമാവണം, സുഖമാവണം. പക്ഷെ എന്താണ് സുഖം? എന്താണ് സുഖം എന്നത്? ഇതിനാണ് നമ്മൾ ഭാഗവതം ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. ഞാൻ ഈ വിഷയത്തിലേക്ക് വന്നിട്ട് നമ്മൾ ഇപ്പം പറഞ്ഞ ടോപ്പിക് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ നമ്മൾ ഇന്നലെ പരീക്ഷത്തിൻ്റെ കഥയിൽ നിന്ന് ആരംഭിച്ചു. ഭാരതം ഭരിച്ച ചക്രവർത്തിയായിരുന്നു പരീക്ഷത്ത്. അങ്ങനെ പരീക്ഷത്ത് അദ്ദേഹം ഇന്നലെ കാളയെയും പശുവിനെയൊക്കെ കണ്ട കഥകൾ പറഞ്ഞു. കാളയുടെ 4 കാലുകൾ ധർമ്മം, അതിൻ്റെ പ്രതിരൂപമാണ് കാള. അതിൽ 3 കാലുകൾ തളർന്നിരിക്കുന്നു, 1 കാല് മാത്രം നിലനിൽക്കുന്നു എന്നുള്ള കഥകളൊക്കെ ഇന്നലെ പറഞ്ഞു. അങ്ങനെ ഇതിൻ്റെയൊക്കെ കാരണം ഈ കാള എന്ന് പറയുന്നത് ധർമ്മമാണ്. ധർമ്മത്തിൻ്റെ 4 കാലുകൾ എന്ന് പറയുന്നത് തപസ്, ശൗചം, ദയ, സത്യം എന്നൊക്കെ പറഞ്ഞു ഇന്നലെ. അപ്പം ഈ 3 കാലുകൾ തളർന്നു പോകാനുള്ള കാരണം കലിയുടെ പ്രഭാവമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരിക്കൽ രാജാവ് മൃഗയാ വിനോദത്തിന് പോകുന്നതും അവിടെ വെച്ച് വളരെയധികം തളർന്നു പോയ അദ്ദേഹം വെള്ളം എവിടെയെങ്കിലും കിട്ടുമോ നോക്കുന്നതും, ഒരാശ്രമം കാണുന്നതും, അവിടെ ഒരു മുനിവര്യൻ തപോനിഷ്ഠനായിട്ടിരിക്കുന്നതും, ആ മുനി തനിക്ക് വെള്ളം തരും എന്നുള്ള രീതിയിൽ അദ്ദേഹത്തോട് വെള്ളം ചോദിക്കുന്നതും, എന്നാൽ ആ മുനി ധ്യാനത്തിൽ നിമഗ്നമായതുകൊണ്ട് ലയിച്ചിരിക്കുന്നതുകൊണ്ട്, ഇപ്പം നമ്മുടെ കുട്ടികളെ പോലെയാണ്, എന്ത് ചോദിച്ചാലും ചിലപ്പോൾ വിളി കേൾക്കില്ല അവർ, കാരണം അത്ര ധ്യാനത്തിൽ മുങ്ങി നിൽക്കുമ്പം ഇല്ലേ. അങ്ങനെയാണല്ലോ ഇന്നത്തെ കാലത്ത്. ധ്യാനത്തിൽ അത്ര മുഴുകി നിൽക്കുന്ന സമയത്ത് അവർ പറഞ്ഞാലൊന്നും കേൾക്കാത്ത പോലെ. ഇവിടെ മുനി തോണ്ടാനൊന്നുമില്ല അന്നത്തെ കാലത്ത്. മുനി തന്നിൽ തന്നെ അങ്ങനെ നിമഗ്നനായിട്ടിരിക്കുകയാണ്, മുഴുകിയിരിക്കുകയാണ്, ലയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മുനി കേട്ടില്ല പുറത്തെന്താ സംഭവിക്കുന്നത്. പരീക്ഷത്തിന് അവിടെ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചാൽ മതി, അത് തോന്നിയില്ല. തന്നെ ധിക്കരിച്ചു, തന്നെ അവഹേളിച്ചു, തന്നെ ഒരു വില വെച്ചില്ല എന്നുള്ള ഒരു കോംപ്ലക്സ് ഇദ്ദേഹത്തിന് പിടികൂടി. പെട്ടെന്ന് ഇദ്ദേഹം ആ ഒരു മനുഷ്യൻ്റെ ഒരു നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയാൽ എങ്ങനെ പ്രതികരിക്കും എന്നറിയില്ലല്ലോ. ആ ഒരു വികാര പ്രക്ഷുബ്ധതയിൽ അദ്ദേഹം ചത്തു കടന്ന ഒരു പാമ്പിൻ്റെ ജഡമെടുത്ത് മുനിയുടെ കഴുത്തിലിട്ടു. ഇത്രയേ ചെയ്തിട്ടുള്ളൂ, പണി ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇവിടെ പരീക്ഷത്ത് മഹാരാജാവ് ഈ മുനിയുടെ കഴുത്തിൽ ഒരു പാമ്പിനെ ഇട്ടു. ആ പാമ്പിനെ ഇട്ടതും ദൂരെ കളിച്ചു കൊണ്ടിരുന്ന മുനിയുടെ പുത്രൻ ഈ കാഴ്ച കണ്ട് പരീക്ഷത്തിനെ ശപിച്ചു കളഞ്ഞു. ഏതൊരു പാമ്പിൻ്റെ ജഡമാണോ അച്ഛൻ്റെ കഴുത്തിലിട്ട് അവഹേളിച്ചത്, അധർമ്മിയായ നീ വളരെ തെറ്റാണ് കാണിച്ചത്, വളരെ നിന്ദ്യമായ പ്രവൃത്തിയാണ്. അതുകൊണ്ട് പാമ്പുകളിൽ വെച്ച് വിഷമുള്ള പാമ്പായ തക്ഷകൻ കടിച്ച് ഇന്ന് തൊട്ട് 7ാമത്തെ നാൾ നിനക്ക് മൃത്യു സംഭവിക്കട്ടെ എന്ന് ശപിച്ചു കളഞ്ഞു. ഇത്തരം കഥകളൊക്കെ ഇന്നത്തെ തലമുറയോട് പറഞ്ഞാൽ ഇതൊക്കെ പണ്ടത്തെ കഥകളായിട്ട് അപ്പം നമ്മൾ കാണുക. പക്ഷേ ഈ കഥകളൊക്കെ നമ്മളെ കാലഘട്ടത്തിനെ അനുസരിച്ച് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. അതായത് കർമ്മവും കർമ്മഫലവും, ആക്ഷൻ ആൻഡ് റിസൾട്ട്, ആക്ഷൻ ആൻഡ് റിസൾട്ട്. എന്ത് പ്രവൃത്തി ചെയ്യുന്നോ അതിനനുസൃതമായിട്ട് കർമ്മഫലം രൂപപ്പെടും. അതായത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗതി നിശ്ചയിക്കുന്നത് ഓരോരുത്തരുടെയും ചിന്തയും പ്രവൃത്തിയുമാണ്. ആ ചിന്തകൾക്കും പ്രവൃത്തിക്കും അനുസരിച്ചാണ് കാലം നമുക്ക് ഓരോന്ന് തരുന്നത്. കർമ്മഫലം എന്ന് പറയുന്നത് കർമ്മത്തിനനുസരിച്ചാണ് കർമ്മഫലം. അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് കർമ്മം നന്നായാലേ കർമ്മഫലം നന്നാവുള്ളൂ. ആരും ഇന്ന് വരെ ചക്കയുടെ വിത്ത്, അതായത് കുരു കുഴിച്ചിട്ടിട്ട് മാങ്ങ പ്രതീക്ഷിച്ചിട്ടില്ല. ഉണ്ടോ? കാരണം ഒരിക്കലും സംഭാവ്യമല്ലത്. അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് ഡബ്ബി എന്ന് പറഞ്ഞ എന്താണ് ഇന്നത്തെ ഒരു പുതിയൊരു സംഭവമാണല്ലോ, ഒന്നിനെ ഒട്ടിക്കുന്നൊരു സംഭവം. അതിൻ്റെ മുകളിൽ ഇപ്പം പുതിയൊരു ലോകത്തിലല്ലേ നമ്മൾ ജീവിക്കണം. തെങ്ങിൽ പോലും ഇന്ന്
എല്ലാം മാങ്ങ വരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള കാലം വന്നുകൂടാ ഇല്ല. കാരണം ആ തരത്തിലുള്ള കൃഷി രീതികളൊക്കെ ലോകത്തിൽ എത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഇവിടെ നമുക്കറിയാം, ഇപ്പം കൊപ്രയാട്ടിക്കഴിഞ്ഞാലേ വെളിച്ചെണ്ണ ഉള്ളൂ. അതിൻ്റെ ആരെങ്കിലും തേങ്ങയുടെ ചിരട്ടായിട്ട് വെളിച്ചെണ്ണ വന്നിട്ടുണ്ടോ? അപ്പോൾ ഉള്ളതിൽ നിന്നേ നമുക്ക് വല്ലതും എടുക്കാൻ പറ്റില്ല. ഇതുപോലെ കർമ്മത്തിനനുസരിച്ച് കർമ്മഫലം വരുള്ളൂ. കർമ്മം തെറ്റിയാൽ കർമ്മഫലവും തെറ്റും. അതല്ലേ രാമായണത്തിൽ പറഞ്ഞ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കണം. അതിനെക്കുറിച്ച് ആരും ബോധമിടല്ല. ഞാനെന്ത് തോന്നിവാസവും ചെയ്യാം, പക്ഷെ എനിക്ക് വേണ്ടാത്ത കർമ്മഫലമൊന്നും തരരുതെന്നാണ്. നോക്കൂ, എന്ത് തോന്നിവാസവും ചെയ്തിട്ട് ഭഗവാന്റെ അടുത്ത് വന്നിട്ട് നല്ല ജീവിതം തരണേ എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്താ പറയുക? എന്ത് തോന്നിവാസവും ചെയ്തിട്ട് ജീവിതം നല്ലത് വരണേ എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്താണ് പറയുക? നിങ്ങളാണ് ഭഗവാന്റെ സ്ഥാനത്തെങ്കിൽ എന്താ പറയുക? സപ്പോസ് ഗുരുവായൂരപ്പൻ നിങ്ങളോട് പറയാം 10 മിനിറ്റ് ഇവിടെ നിൽക്കൂ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. വരുന്നവർക്ക് എന്താ വെച്ചാൽ ഉപദേശം കൊടുത്തോളൂ പറഞ്ഞാൽ ഒരാൾ വന്നിട്ട് പറയുകയാണ് എൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ മോശമാണ്, കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്. നിങ്ങളെന്താ പറയുക? എന്താ പറയുക? പ്രവൃത്തി നന്നാവാതെ ജീവിതം നന്നാക്കിയെടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അപ്പം നന്നാവേണ്ടത് എന്താണ്? പ്രവൃത്തിയാണ്. പ്രവൃത്തി തെറ്റിയാൽ കർമ്മഫലവും തെറ്റും. എല്ലാവർക്കും കർമ്മഫലം നല്ലത് വേണം. എന്ത് ചെയ്യില്ല? ഇപ്പം നോക്കൂ, പല രാഷ്ട്രീയ പാർട്ടിക്കും ഇവിടെ അധികാരം വരണം ഇല്ലേ, വീണ്ടും എങ്ങനെയെങ്കിലൊക്കെ കടിച്ചു. ചെയ്യേണ്ട പ്രവൃത്തി നന്നാവാതെ എങ്ങനെ ആൾക്കാർ തിരഞ്ഞെടുക്കുക? വെറുതെയാണ് ആൾക്കാർ തൂത്തെറിയുന്നത് പല രാഷ്ട്രീയക്കാരെയും. കാരണം നാട് നന്നാക്കാതെ വെറുതെ ജാതിയും മതവും പറഞ്ഞുകൊണ്ടിരുന്നാൽ ജനങ്ങളുടെ വയറിന്നറിയോ ഇല്ലേ? ശരിയല്ലേ ഇത്? ആളുകൾക്ക് പുരോഗതി വേണം, ആളുകൾക്ക് നാട് നന്നാവണം. അപ്പം അതാരോ ചെയ്യുന്നത്? അവരുടെ കൂടെ നിൽക്കും. രാഷ്ട്രീയം നോക്കിയിട്ടല്ല, ആളുകൾക്ക് പുരോഗതി വേണം. വേണോ വേണ്ടയോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ഈ കർമ്മവും കർമ്മഫലവും എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ 2 മക്കൾ, ഒരുത്തൻ നല്ലവണ്ണമൊക്കെ പഠിച്ച് ജോലിയൊക്കെ ചെയ്ത് അത്യാവശ്യം നിങ്ങളൊക്കെ സഹായിക്കെങ്കിൽ നിങ്ങൾ അവൻ വരുമ്പോൾ സ്പെഷ്യൽ അടയും വടയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. മറ്റവനാണെങ്കിൽ ഒരു പണിയെടുക്കില്ല, ഒരു പൈസയും തരില്ല. എന്നിട്ട് നിങ്ങളോട് അട വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? ആട്ടും. പോടുന്നെന്ന് പറയും, അടയ്ക്ക് വേണ്ടി വന്നിരിക്കണമെന്ന്. അടയിരുന്നിട്ട് ആട്ടിയിട്ടുണ്ടാവും നിങ്ങൾ. ആണോ അല്ലയോ? എന്തോ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ആണോ അല്ലയോ? എന്താ കാര്യം? അവനവൻ്റെ കർമ്മത്തിനനുസരിച്ച് കർമ്മഫലം കിട്ടുള്ളൂ. അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? ഇവിടെ രാജാവ് തോന്നിവാസം ചെയ്തു, ഇപ്പം അദ്ദേഹത്തിന് കർമ്മഫലവും കിട്ടാൻ പോണു. 7ാമത്തെ ദിവസം തക്ഷകനാൽ മൃത്യു ഭവതി. അപ്പം ഈ ശാപം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട ഏതോ ഒരാളിങ്ങനെ നിനക്കത് സംഭവിക്കട്ടെ എന്നാണ്. ശാപം എന്ന് പറയുന്നത് അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പ്രതികൂലമായി കിട്ടുന്ന അടികളെയാണ് എന്തു പറയുക? ശാപം. അതല്ലേ ശരി? അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക്, അതേ തെറ്റായ കർമ്മങ്ങൾക്ക് കിട്ടുന്ന, ഇപ്പം നോക്കൂ, ദുർബല ചിന്തകളായിട്ട് എപ്പോഴും സംശയരോഗത്തിൽ ജീവിക്കുന്നവർക്ക് എവിടെയാണ് നല്ല കുടുംബജീവിതം ഉണ്ടാവുക? ഇന്നിപ്പം മൊത്തം സംശയരോഗികളാണ്. ഭർത്താവ് മൊബൈലെടുത്ത് അപ്പം ഭാര്യയ്ക്ക് സംശയം, ആരെയാണ് തോണ്ടുന്നത് എന്നാണ്. ഭാര്യ മൊബൈലെടുത്താൽ ഭർത്താവിന് സംശയം, ഇവളാരെയാണ് തോണ്ടുന്നത്. അപ്പം മൊത്തം സംശയമായാൽ ആ വീട്ടിൽ സമാധാനമുണ്ടോ? സന്തോഷമുണ്ടോ? നിങ്ങളൊന്നും മിണ്ടാത്തത് ഉണ്ടോ? ഇതുപോലെ എന്നും മനസ്സിൽ എനിക്ക് സുഖമില്ല. അവർക്ക് ഒരു കാലത്ത് സുഖം ഉണ്ടാവാൻ പോണില്ല. കാരണം അവരുടെ മനസ്സേ ശരിയല്ല. അപ്പം ആദ്യം നമ്മുടെ ചിന്തകൾ നന്നാവണം, പിന്നെ പ്രവൃത്തി നന്നാവണം. വേണ്ടേ? ചിന്തയും പ്രവൃത്തിയും നന്നായാൽ ജീവിതവും ഒരുവിധം കുഴപ്പമില്ലാതെ പോകും. ചിന്തയും ശരിയല്ല, പ്രവൃത്തിയും നന്നല്ലെങ്കിൽ എവിടെയാണ് മനുഷ്യന് നന്നാവുക? അത് തന്നെയാണ് ശാപം എന്ന് പറയുന്നത്. പരീക്ഷത്തിന് ഇവിടെ ശാപം കിട്ടി. അപ്പം ഈ ശാപം ഇന്നിപ്പോൾ നമുക്കൊക്കെ ഉള്ളതാണ്. എന്ത്? എല്ലാവരുടെ കൂടെയുണ്ട് ശാപം. നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളുടെ കൂടെ ഇല്ല എന്ന്. ഇപ്പം എന്താ ശാപം എന്ന് പറയണത്? അതായത് നമ്മുടെ മനസ്സിനെ നമ്മൾ കൂടുതൽ ശക്തിയുള്ളതാക്കാൻ, തൃപ്തിയുള്ളതാക്കാൻ, സന്തോഷമുള്ളതാക്കാൻ നമ്മൾ എവിടെയോ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്രയും കാലമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു മനസ്സ് ശക്തിയുള്ളതാണോ? ശക്തിയുള്ളൊരു മനസ്സാണോ നമുക്ക് കിട്ടിയത്? ഉറക്കെ പറയൂ. അല്ല. തൃപ്തിയുള്ളൊരു മനസ്സാണോ കിട്ടിയിട്ടുള്ളത്? കുറച്ച് പേർക്ക് ഉണ്ടാവുമായിരിക്കാം.
എല്ലാവർക്കും അങ്ങനെ ഒരു മനസ്സുണ്ടോ? ഇപ്പം നമ്മൾ ഈ തൃപ്തി എന്നൊക്കെ പറയണതുണ്ടല്ലോ, ഇപ്പം നമ്മുടെ ഒരു കൃത്യമായി ശമ്പളം കിട്ടുന്നുണ്ടാവും, പെൻഷൻ കിട്ടുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് മുടങ്ങട്ടെ. നിങ്ങൾക്ക് ഒരു 6 മാസം നിങ്ങൾ KSRTC പോയി ജോലി ചെയ്യൂ, എന്നാലേ അറിയുള്ളൂ നിങ്ങൾക്ക് എന്താ തൃപ്തി എന്നുള്ളത്. ശമ്പളവും ഇല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള ഷുഗറും മറ്റുള്ള രോഗങ്ങളൊക്കെ കൂടെ വന്ന് വലയ്ക്കുമ്പോൾ തൃപ്തിയുള്ളൊരു ജീവിതം കിട്ടുമോ? പറയൂ. അതാണ് കേരളക്കാർക്കാണെങ്കിൽ റിട്ടയർ ചെയ്ത് അന്ന് തുടങ്ങി മുട്ടുവേദന, ഒരു ഭാഗത്തിരിക്കാൻ പറ്റില്ല. നമ്മൾ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ താഴെ ഇരുന്നിട്ടാണ് സത്സംഗം കേൾക്കുക. നമ്മളിവിടെയൊക്കെ മൊത്തം ചെയർമാന്മാരായിപ്പോയി. നമുക്കിപ്പോൾ ചെയറിൽ നടക്കില്ല കാര്യങ്ങൾ. ഒരു ശരീരത്തിൻ്റെ ആരോഗ്യം വളരെ മോശം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് തൃപ്തിയുള്ളത്? കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ മുഖത്തേക്ക് നോക്കൂ, എന്തൊക്കെയാണ് വിശേഷം? കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, കല്യാണം കഴിഞ്ഞു പറഞ്ഞാൽ, കല്യാണം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം സന്തോഷം, മംഗളം എന്നൊക്കെയാണ്. ആ മംഗളമൊക്കെ പോയി. എന്ത് പറ്റി? കെട്ടിപ്പോയി എന്ന്, കല്യാണം കഴിഞ്ഞു പോയി എന്ന്. ഈ രീതിയിൽ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ സന്തോഷം അനുഭവിക്കേണ്ട ആളുകൾ ജീവിതം മുന്നോട്ട് പോകുന്നതോറും സന്തോഷം കുറഞ്ഞ് ആരോഗ്യം കുറഞ്ഞു വരിക. അപ്പം ഇതിലെ നമുക്ക് മറികടക്കാൻ പറ്റുമോ? ഈ ഒരു വിധി നമുക്ക് മാറ്റി എഴുതാൻ പറ്റുമോ? മനസ്സിനെ ശക്തിയുള്ളതാക്കി തൃപ്തിയുള്ളതാക്കി മാറ്റാൻ സാധിക്കുമോ? അതായത് ഇന്ന് ഉള്ള അനുഭവത്തിനെ മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇത് തന്നെയായിരിക്കാം പരീക്ഷത്തിനെയും ഇങ്ങനൊരു ചിന്തയിൽ പ്രേരിപ്പിച്ചത്. എനിക്കിപ്പോൾ ഒരു ശാപം കിട്ടി, 7ാമത്തെ ദിവസം തക്ഷകൻ കടിച്ച് മരിക്കും. അപ്പം ഈ ഒരു ശാപത്തിൽ നിന്നും എനിക്ക് പുറത്ത് കടക്കാൻ സാധിക്കുമോ? അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പം മഹാന്മാരൊക്കെ പറഞ്ഞു, അങ്ങ് ഒരു കാര്യം ചെയ്യും, കൊട്ടാരം വിട്ട് ഹരിദ്വാറിലേക്ക് പോവാം. അങ്ങനെ അദ്ദേഹം കൊട്ടാരം വിട്ട്, ഹരിദ്വാർ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന ഹരിദ്വാർ അല്ല, അത് വേറെ ഗംഗയുടെ തീരത്താണ്. അപ്പോഴേക്കും രാജാവിന് വേണ്ടി ഒരു പർണശാലയൊക്കെ പണിതു, രാജാവിനെ അവിടെ ഇരുത്തി. എല്ലാ മഹാന്മാരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം രാജാവ് പ്രായോപവേശം ചെയ്യാൻ പോവുകയാണ്. ഈ പ്രായോപവേശം എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉള്ളൊരു ചടങ്ങാണ്. അതായത് വലിയ സന്യാസിമാരൊക്കെ അവരെന്താ വെച്ചാൽ മരിക്കാറായാൽ അവർക്ക് മനസ്സിലാവും, മരിക്കാറായി എന്നുള്ള ഒരു അനുഭവം അവർക്കുള്ളിൽ തോന്നും. ഇവരെന്താ വെച്ചാൽ ഗംഗയിലേക്ക് ഇറങ്ങിച്ചെല്ലും. ഗംഗയിൽ ഇറങ്ങിച്ചെന്ന് വലിയ തോർത്തിൽ ശിഷ്യന്മാരോട് വലിയ കല്ലെടുത്തിട്ട് അരയിൽ അങ്ങോട്ട് കെട്ടാൻ പറയും. എന്നിട്ട് അവർ ചമ്രം പടിഞ്ഞിരുന്ന് ഈ ശരീരത്തെ അങ്ങോട്ട് ഗംഗയിലേക്കാണ് തള്ളും. ഇവരൊറ്റ ഇരിപ്പാണ് അതിൻ്റെ അകത്ത്. വെള്ളം കയറി ആള് പോവും. കല്ല് വെച്ചതുകൊണ്ട് ശരീരം ഒരിക്കലും പൊങ്ങയില്ല. അങ്ങനെ ശരീരം അങ്ങനെ വെള്ളത്തിൽ ഒരു തരം, നമുക്ക് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഒരു സൂയിസൈഡാണ് ജലസമാധി എന്നൊക്കെ പറയുന്നത്. മനസ്സിലായില്ലേ? ശ്രീരാമസ്വാമി അവസാനം ഇങ്ങനൊരു ജലസമാധി അങ്ങനെയാണ് പോകുന്നത്. നിങ്ങൾ രാമായണത്തിൻ്റെ അവസാന ഭാഗം വായിച്ചു കഴിഞ്ഞാൽ ശ്രീരാമസ്വാമി അവസാനം ജലത്തിലേക്ക് സരയൂലേക്ക് ഇറങ്ങിപ്പോയി എന്നാണ് രാമായണത്തിൽ വാൽമീകി മഹർഷി പറഞ്ഞിട്ടുള്ളത്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സമാധി. ഇപ്പോഴും ചില സന്യാസിമാർ അവർ ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം ഇങ്ങനെ പ്രായോപവേശം ചെയ്യുന്നത് ഇപ്പോഴും ഉണ്ട്. ഞാൻ 2022 കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു സ്വാമിജി പ്രായോപവേശം ചെയ്തു. അപ്പം എന്താ വെച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ, ശരീരം പോയി കഴിഞ്ഞാൽ ചമ്രം പഠിച്ചിരുത്തും. അവർ മരിച്ച് ഉടനെ തന്നെ ആ സമയത്ത് തന്നെ അവരെ ചമ്രം പഠിച്ചിരുത്തും, അല്ലെങ്കിൽ പിന്നെ ബോഡി വളയില്ല. ആ ബോഡി അങ്ങനെ ചമ്രം പഠിച്ചിരുത്തി, എന്നിട്ട് ആ മടിയിൽ വലിയൊരു കല്ലൊക്കെ വെച്ച് കെട്ടി, എന്നിട്ട് ആ ബോഡി അവർ എന്ത് ചെയ്യിച്ചാൽ ശിഷ്യന്മാരെ കൊണ്ടുപോയി ഗംഗയിൽ അങ്ങനെ ഇരുത്തും. വെള്ളം കേടുവരില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ എത്രയോ കാലമായിട്ടത് ആചരിക്കുന്ന അനുഷ്ഠിക്കുന്നൊരു ചടങ്ങാണ്. അപ്പം എന്തു പറഞ്ഞാലും അവരത് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോഴും ഉണ്ടത്, ഇപ്പോഴും ധാരാളം സന്യാസിമാർ ചെയ്യുന്നൊരു കാര്യമാണ്. ഈ ഒരു കാര്യത്തിൻ്റെ പേരാണ് പ്രായോപവേശം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പരീക്ഷത്ത് പ്രായോപവേശം ചെയ്യാനായിട്ട് എവിടെ പോയി? ഗംഗയുടെ തീരത്ത്. അപ്പം അവസാനം മരിക്കുന്നതിന് മുമ്പ്, തക്ഷകൻ വരുന്നതിന് മുമ്പ് കല്ലൊക്കെ മടിയിൽ കെട്ടി വെള്ളത്തിലേക്ക് ഇറങ്ങാമെന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ പദ്ധതി. അപ്പം അദ്ദേഹം അവിടെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും നാമം ജപിക്കുകയാണ്, ഹരേ രാമ ഹരേ രാമ. അപ്പം പരീക്ഷത്ത് അവിടെ ഇരുന്ന മഹാന്മാരോട് ചോദിച്ചു, ഞാൻ നിങ്ങളൊക്കെ ഈ നാമം ചൊല്ലുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സ് മുഴുവൻ
വലിയ കുറ്റബോധം. കാരണം ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് മാത്രമല്ല, എനിക്കിപ്പോഴും എൻ്റെ ജീവിതത്തിൽ നിന്ന് അങ്ങോട്ട് പൂർണ്ണമായി ഞാൻ അങ്ങനെ വിരക്തനായി വന്നിട്ടില്ല. അതൊക്കെ വിട്ടുപോരേണ്ടി വന്നു ഓൾ ഓഫ് എ സഡൻ എല്ലാം. അപ്പം മനസ്സ് മുഴുവൻ ആകെ അസ്വസ്ഥമാണ്, പിരിമുറുക്കങ്ങൾ, സംഘർഷമാണ്. ഇതിൽ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മോചനം നേടണം. അപ്പോൾ നോക്കൂ, പരീക്ഷത്ത് അന്ന് ചോദിച്ച ചോദ്യമാണ് ഈ 2024 ഭാഗവതത്തിനെ പ്രസക്തി ഉള്ളതാക്കി തീർത്തിരിക്കുന്നത്. നമ്മൾ ആ ചോദ്യം ഒന്ന് നോക്കാം. നിങ്ങൾ 1-ാം സ്കന്ധത്തിൽ ഭാഗവതത്തിൽ 19-ാം അധ്യായം എടുക്കുക, 37-ാമത് ശ്ലോകം എടുക്കുക. എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഈ ഭാഗവതത്തിലെ അന്നത്തെ കാലത്തെ ഒരു സൈക്കോളജിക്കൽ ചോദ്യം, മനഃശാസ്ത്രപരമായ ചോദ്യം, നമ്മളെല്ലാവരും നേരിടുന്ന പ്രശ്നം, ഇന്നത്തെ യുവതലമുറ നേരിടുന്ന പ്രശ്നം. ഇതൊരു മരണത്തെക്കുറിച്ച് മാത്രമുള്ള ചോദ്യമല്ല, ഇത് നമുക്കൊക്കെ ഉള്ളൊരു ഗൈഡൻസാണ്. 1-ാം സ്കന്ധം 19-ാം അധ്യായം 37-ാം ശ്ലോകം. അവിടെ പരീക്ഷത്ത് ചോദിക്കുകയാണ്, അവിടെ കടന്നു വരുന്ന അപ്പോഴേക്കും അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് ശ്രീശുക ബ്രഹ്മർഷി വരികയാണ്. വേദവ്യാസ മഹർഷിയുടെ പുത്രനായ ശ്രീശുക ബ്രഹ്മർഷി. അദ്ദേഹം അവധൂത വൃത്തിയിൽ ജീവിക്കുന്ന ആളാണ്. ഒരു പശുവിനെ കറക്കുന്ന നിമിഷം മാത്രമേ ഒരിടത്ത് നിൽക്കാറുള്ളൂ. അപ്പം അങ്ങനെ ആരോടും അധികം ഇടപെടാത്ത അവധൂതനായി, സർവസംഘപരിത്യാഗിയായി, പരമജ്ഞാനിയായി ഉള്ള വേദവ്യാസ മഹർഷിയുടെ പുത്രനായ ശ്രീശുക ബ്രഹ്മർഷി. അദ്ദേഹം ബ്രഹ്മസാക്ഷാത്കാരം നേടിയ മഹാഗുരുവാണ്. ചെറിയ കുട്ടിയാണ്, എന്നാൽ അറിവിൻ്റെ കാര്യത്തിൽ മഹാഗുരുവാണ്. അപ്പം അദ്ദേഹത്തിന് എല്ലാവരും നമസ്കരിച്ചു, അദ്ദേഹത്തിനെ സ്വീകരിച്ചിരുത്തി. ആ സമയത്ത് പരീക്ഷത്ത് മഹാരാജാവ് ശ്രീശുക ബ്രഹ്മർഷിയോട് ചോദിക്കുന്ന ചോദ്യം ആണ് 37-ാമത് ശ്ലോകത്തിൽ നമ്മൾ കാണുന്ന അതപൃച്ഛാമി സംസിദ്ധിം യോഗിനാം പരമം ഗുരും പുരുഷസ്യേഹയത്കാര്യം മ്രിയമാണസ്യ സർവത. ഇത് അണ്ടർലൈൻ ചെയ്യണം. ഈ ശ്ലോകം ഭാഗവതം മുഴുവൻ രൂപപ്പെട്ടത് ഈ ഒരൊറ്റ ശ്ലോകത്തിൽ നിന്നാണ്. പരീക്ഷത്തിൻ്റെ ഈ ചോദ്യമാണ് ഭാഗവതം പറയാൻ ശ്രീശുക ബ്രഹ്മർഷിയെ പ്രേരിപ്പിക്കുന്നത്. ഇപ്പം എന്താണ് ചോദ്യം? അതപൃച്ഛാമി, ഞാൻ ചോദിക്കുകയാണ്, അങ്ങയോട് ചോദിക്കുകയാണ്. അങ്ങ് യോഗിനാം പരമം ഗുരും, അങ്ങ് ആരാണ്? യോഗികളിൽ വെച്ച് പരമഗുരുവായ അങ്ങയോട് ചോദിക്കുകയാണ്. പുരുഷസ്യേഹയത്കാര്യം മ്രിയമാണസേ, ഇതാണ് മെയിൻ ചോദ്യം. പുരുഷൻ എന്ന വാക്കിനർത്ഥം നമ്മളാകുന്ന ജീവാത്മാക്കൾ, നമ്മളെ ഓരോരുത്തരും പുരുഷൻ എന്ന് വിളിക്കുകയാണ്. അപ്പം നമ്മളാകുന്ന വ്യക്തിത്വം മ്രിയമാണസ്യ, മ്രിയം എന്ന് പറഞ്ഞാൽ മരണം എന്നാണല്ലോ അർത്ഥം. മ്രിയം, മരണം. അപ്പം മ്രിയമാണസ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം എന്തെടുക്കണം? മരണതുല്യമായ വേദനകളിലൂടെ, വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാൾ, അതിൽ നിന്നും പുറത്ത് കടക്കാൻ കാര്യം, ചെയ്യേണ്ടതായ കാര്യം എന്താണ്? അതായത് ഹൈലി മെൻ്റൽ ഡിപ്രഷനിലൂടെ, മെൻ്റൽ പെയിനിലൂടെ, മെൻ്റൽ ടെൻഷനിലൂടെ, മെൻ്റൽ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ഒരാൾ, അതിൽ നിന്നും പുറത്ത് കടക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഒന്നുകൂടി നോക്കൂ. പുരുഷസ്യേഹയത്കാര്യം മ്രിയമാണസ്യ സർവത, സർവതാ മ്രിയമാണ്. എന്തായാലും എപ്പോഴും മരിക്കില്ല ആൾക്കാർ. അങ്ങനെ എപ്പോഴും മരിക്കുക എന്നുള്ളൊരു പരിപാടിയല്ലോ. ചില ആൾക്കാർ കള്ളുകൂടി നിർത്തുന്ന പോലെ ചില ആൾക്കാർ കള്ളുകൂടി നിർത്തും. ചിലർ പറയാറുണ്ട് ഞാൻ 6 തവണ നിർത്തിയതാണെന്ന്. അപ്പോൾ ഉറപ്പല്ലേ അയാളുടെ കള്ളുകൂടിയുടെ നിർത്തുന്ന വൈഭവം. സിഗരറ്റ് വലിയൊക്കെ ചിലർ നിർത്തിയിട്ട് പറയാറുണ്ട് എനിക്കങ്ങനെ നിർത്താൻ പ്രയാസമൊന്നുമില്ല, ഞാൻ മുമ്പും നിർത്തിയതാണെന്ന്. ഇത് നിർത്താൻ എനിക്ക് അത്ര വലിയ പ്രയാസമല്ല, ഞാൻ മുമ്പും നിർത്തിയതാണ്. അപ്പം മുമ്പ് നിർത്തിയതിൻ്റെ പണിയാണ് ഇപ്പം കണ്ടിന്യൂ ചെയ്യണത്. ഇപ്പം എന്ന് പറഞ്ഞ പോലെ എപ്പോഴും ഒരു മരണമൊന്നുമില്ല, ഉണ്ടോ? അപ്പം എപ്പോഴും മ്രിയമാണസ്യ, സർവതാ മ്രിയമാണസ്യ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തെടുക്കണം? എപ്പോഴും പലവിധത്തിലുള്ള മരണതുല്യമായ, അതാണ് അർത്ഥം. മരണതുല്യമായ വേദനകളിലൂടെ കടന്നു പോകുന്ന ആളുകൾ എങ്ങനെയാണ് അതിൽ നിന്നും പുറത്ത് കടക്കേണ്ടത്? എങ്ങനെ അതിനെ നേരിടണം? നല്ല ചോദ്യമല്ലേ? നല്ല ചോദ്യമാണോ?
ഈ കാലഘട്ടത്തിന് പറ്റുന്ന ചോദ്യമാണോ? എന്താ ഒന്നും വേണ്ടാത്ത നിങ്ങൾ? ഇപ്പം നിങ്ങളൊക്കെ ചോദിക്കേണ്ട ചോദ്യമാണ്. പ്രായമാവുകയാണ്, പലരും ഇവിടെ ഓൾമോസ്റ്റ് പ്രായമായവരാണ്. അപ്പോൾ പ്രായം കൂടി വരുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളും നമ്മൾ ഒറ്റപ്പെടുന്ന പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇതൊന്നും എന്നെ അലട്ടാതിരിക്കാൻ, മരണതുല്യമായ വേദനകളിലൂടെ ഞാൻ കടന്നു പോവാതിരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വേണ്ടതല്ലേ? പറയൂ, വേണ്ടതാണോ? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ആര് കൊടുക്കണം? ഇനി ആര് കൊടുക്കണം? ശ്രീശുക ബ്രഹ്മർഷി കൊടുക്കണം. ഇപ്പം നമ്മുടെയൊക്കെ പലരുടെയും ധാരണ എന്താ അറിയോ? പ്രായമായി, അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ പ്രായമായി എന്നുള്ളത്. ചില സമയത്ത് കാലിന് മുട്ടിനൊക്കെ വേദന വന്നിട്ട് ഒരാൾ ഒരിക്കലും ഇങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി, സിവിയർ മുട്ടുവേദന. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 80 വയസ്സായല്ലേ, അപ്പം ഇത്തിരി വേദനയൊക്കെ ഉണ്ടാവില്ലേ? അപ്പം പറഞ്ഞു എൻ്റെ വലത്തെ കാലിനെ വേദനയുള്ളൂ എന്ന്. അതെന്നെ പ്രായത്തിൻ്റെ ആണെന്ന്. പക്ഷെ എൻ്റെ ഇടത്തെ കാലിനും അതേ പ്രായമാണ്, പക്ഷെ വേദന ഇല്ല എന്ന്. അതിന് 80 വയസ്സായിട്ടുണ്ട്, പക്ഷെ ഇതുവരെ വേദന വന്നിട്ടില്ല. അപ്പോൾ പ്രായമാണ് രോഗങ്ങൾക്ക് കാരണം. അതുപോലെ തന്നെ ഇന്നത്തെ സാഹചര്യങ്ങളാണ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ ന്യായീകരിക്കുന്നവർ കാലത്തിൻ്റെ പിടിയിലാണ്. ഏതിൻ്റെ? കാലത്തിൻ്റെ പിടിയിലാണെന്ന് അവർ അറിയുന്നില്ല. നമുക്ക് കാലത്തിൻ്റെ പിടിയിൽ നിന്നും എന്തു ചെയ്യണം? പുറത്ത് കടക്കാൻ സാധിക്കുന്ന ഒരു മനസ്സിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാനാണ് ഇത് കേൾക്കുന്നത്. അപ്പം എപ്പോഴും പലതരത്തിലുള്ള മരണതുല്യമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ കാലത്തിൻ്റെ പിടിയിലാണ്. കാരണം കാലം നമുക്ക് ഓരോരോ അനുഭവങ്ങൾ കൊണ്ടുതരും. ചിലപ്പം ചിലർക്ക് മക്കൾ പോകും, ചിലപ്പം ഭർത്താവ് പോകും, ചിലപ്പോൾ ഭാര്യ പോകും, പലതരത്തിലുള്ള രോഗങ്ങൾ വന്നേക്കാം, പലതരത്തിലുള്ള വിഷമങ്ങൾ വന്നേക്കാം. അന്നിങ്ങനെ എന്ന് പറഞ്ഞിരിക്കരുത്. അന്ന് കരയുന്നുവെങ്കിൽ നിങ്ങൾ ഭാഗവതം കേട്ടിട്ടും കാര്യമില്ല. അപ്പം ഭാഗവതം കേൾക്കുന്ന എന്തിനാണ്? കാലം എന്ത് പരീക്ഷണം തന്നാലും, കാലം നമ്മളെ ഏതൊക്കെ വിധത്തിൽ അസ്വസ്ഥമാക്കിയാലും കാലത്തിൻ്റെ പിടിയിലേക്ക് മനസ്സിനെ എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? ഇപ്പം നോക്കൂ, കാലവും കാലത്തിൻ്റെ പിടി കൊടുക്കരുതെന്നൊക്കെ പറയുന്ന ഏതുപോലെ? പണ്ട് നിങ്ങൾക്കൊക്കെ വീട്ടിൽ സ്ഥലമുള്ള സ്ഥലത്ത്, ഇന്നിപ്പോൾ ഫ്ലാറ്റ് ആയതുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പം പഴയ കാലത്തൊക്കെ വീട്ടിലൊക്കെ തെങ്ങ് ഉണ്ടെങ്കിൽ ഈ തെങ്ങിൻ്റെ മണ്ട മറ്റേ വീടിൻ്റെ മണ്ടയ്ക്ക് പോയിട്ടേ നിൽക്കുള്ളൂ. അതും പഴയ കാലത്തൊക്കെ ഓടിട്ട വീടും മറ്റുമൊക്കെ അല്ലേ. തേങ്ങയോ മടലൊക്കെ വീണാൽ അവരുടെ ഓടിൻ്റെ പണി തീരും. പിന്നെ ആ വീട്ടുകാർ തമ്മിൽ വളരെ ബഹളവും ഇല്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലേ പണ്ട്? പഴയ കാലത്തൊക്കെ അങ്ങനെയല്ലേ. അപ്പം എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ തെങ്ങിൻ്റെ മണ്ട നല്ല കമ്പി എടുത്തിട്ട് കെട്ടുകാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒക്കെ കുറഞ്ഞു തോന്നണം. പഴയ കാലത്തൊക്കെ അങ്ങനെ ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ അങ്ങനെ കാണുന്നില്ല. ഏതായാലും ആ മണ്ട പിടിച്ചിട്ട് ഇങ്ങോട്ടൊരു വലി വിളിച്ച് ടൈറ്റായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ക്രമേണ ആ മണ്ട, ആ തെങ്ങിൻ്റെ തല അവിടുന്ന് പതുക്കെ വളഞ്ഞ് നമ്മുടെ പറമ്പിലേക്ക് വരും. അനുഭവമുള്ളവരുണ്ടോ അവിടെ ആരെങ്കിലും? ഒരുവിധമൊക്കെ മണ്ട വളഞ്ഞവരാണ്. ഏതായാലും ഇപ്രകാരം മണ്ടയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന പോലെ ഇവിടെ കാലത്തിൻ്റെ കയ്യിൽപ്പെട്ടുപോയ മനസ്സിനെ നമുക്ക് വലിച്ചു കൊണ്ടുവരാനാണ് ഈ ഭാഗവതം നിങ്ങൾ കേൾക്കുന്നത്. ഈ വലി ഈ കമ്പി എടുത്തിട്ട് കെട്ടിയിട്ടില്ല എങ്കിൽ ഇത് വല്ലവൻ്റെ മണ്ടയ്ക്ക് വീഴും, നിങ്ങളിരുന്ന് കരയും ചെയ്യും. അതുകൊണ്ട് ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇരുന്ന് കരയാൻ നമുക്ക് യോഗ്യതയില്ല, അർഹതയില്ല. നിങ്ങൾ കരയാൻ പറ്റില്ലേ നിങ്ങൾക്ക്? കാരണം നിങ്ങൾക്ക് ആ മനോബലം കൂടിയിട്ടുണ്ടാകും. മനോബലമില്ലാത്തവരാണ് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ തളർന്ന് തരിപ്പണമാകുന്നത്. അപ്പം നിങ്ങൾക്ക് മനോബലം വേണോ? ദൈവത്തോട് പ്രാർത്ഥിക്കലാണ് ഇപ്പം നിങ്ങളുടെയൊക്കെ ജോലി. നമ്മുടെ ഹിന്ദുക്കൾ അങ്ങനെയാണ് ഈ കോലത്തിലായത്. ദൈവത്തോട് പ്രാർത്ഥിച്ചാലൊന്നും ഒരു ദൈവത്തിനും മനോബലം തരാൻ സാധ്യമല്ല. കാരണം മനസ്സിൻ്റെ ഫുൾ ഫ്രീഡം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അതിനെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ദുർബലമാക്കുക, നന്നാക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിലിടപെടാൻ ഒരാൾക്കും പുറമേ നിന്ന് നോക്കൂ. നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കൂ. നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ നോക്കൂ നിങ്ങൾ. അങ്ങനെയെങ്കിലും നിങ്ങൾ പഠിക്കൂ. സ്വന്തം വീട്ടിൽ ഇപ്പം ഭാര്യ വിചാരിച്ചാൽ ഭർത്താവിൻ്റെ മനസ്സിന് ധൈര്യം കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ സ്വയം ചിന്തിക്കൂ. ഭർത്താവ് വിചാരിച്ചാൽ ഭാര്യയുടെ മനസ്സിന് ഒരു സന്തോഷം കൊടുക്കാൻ പറ്റുമോ? പറയൂ. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, സ്വാമി എൻ്റെ ഭാര്യയ്ക്ക് എല്ലാറ്റിനും പേടിയാണ്. ബസ്സിൽ കയറാൻ പേടി, ട്രെയിനിൽ കയറാൻ പേടി, ഫ്ലൈറ്റിൽ കയറാൻ പേടി. അതുകൊണ്ട് എനിക്കിപ്പോൾ എങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന്.
ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞ ഭാര്യ എടുത്തു കൊണ്ട് നടക്കുമെന്ന്. 86 കിലോ ഉണ്ട് ഭാര്യയ്ക്ക്. അല്ലാതെ ഈ എന്ത് ചെയ്യാനാണ്? ഭാര്യയ്ക്ക് ഇവിടെ പോകാനും ധൈര്യമില്ല. അപ്പം ഇയാൾ അതുകൊണ്ട് ഭാര്യയ്ക്ക് കാവലായിട്ടിരിക്കുകയാണ്. അപ്പം എന്ത് കണ്ടാലും പേടി ഭാര്യയ്ക്ക്. ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് താഴെ വീഴുമെന്ന്, അല്ലെങ്കിൽ ഫ്ലൈറ്റ് താഴേക്കല്ലേ വരുള്ളൂ, പേടിക്കാനുള്ള കാര്യം എന്തുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ മനസ്സിനെ പേടി വന്നാൽ അതിനെ നിയന്ത്രിക്കൽ അത്ര എളുപ്പമല്ല. അപ്പം മനസ്സിനൊരു ശക്തി വേണം, മനസ്സിന് ധൈര്യം വേണം എന്നുള്ളവർക്കുള്ള കൃതിയാണ് ഏത്? ഭാഗവതം. ഇതെല്ലാവർക്കും കേൾക്കേണ്ട സാധനമൊന്നുമല്ലേ? എല്ലാവരും കേട്ടിട്ടുണ്ട്, നേരെ ആവുകയില്ല. ഉള്ളു തുറന്നു പറയാലോ. ഇതാർക്കുള്ളതാണിത്? എൻ്റെ ജീവിതത്തിൽ മനോബലം വേണം, മനഃശക്തി വേണം എന്ന് ആരെ ആഗ്രഹിക്കുന്നുണ്ടോ, അത് നേടിയെടുക്കാൻ ആർക്ക് ജിജ്ഞാസയുണ്ടോ അവർക്കുള്ള കൃതിയാണ് ഏത് ഭാഗവതം. അല്ലാത്തവർ ഇവിടെ ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. വെറുതെ വായും വിളിച്ചാൽ കഥ കേൾക്കാനല്ല, കഥ തീരാൻ പോവുക നമ്മുടെ. അപ്പം കഥ തീരാൻ പോകുന്ന നമ്മൾ കഥയുള്ളവരായി മാറണം. വേണ്ടേ? എന്തോ ഇത് മിണ്ടാത്തത് നിങ്ങൾ? വേണോ വേണ്ടയോ? അതുകൊണ്ടാണ് ഈ ചില ശ്ലോകങ്ങളൊക്കെ നിങ്ങളോട് മനസ്സിലാക്കാൻ പറഞ്ഞത്.